അണയാത്ത വിളക്ക്. അനന്തുവും അച്ചുവും അമ്മുവും വലിയ കൂട്ടുകാരാണ്. കഥ കേൾക്കുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ ഇവർ ഒരുമിച്ചു കൂടും. അപ്പൂപ്പൻ താടി പിടിക്കുവാനും തുമ്പിയെ പിടിച്ച് കല്ലെടുപ്പിക്കുവാനും ഒളിച്ചിരുന്ന് സാറ്റ് കളിക്കുവാനും സ്കൂളിൻ്റെ മുറ്റത്തുള്ള നാട്ടുമാവിൽ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി അതിനുവേണ്ടി അടിയുണ്ടാക്കുവാനുമാണ് ഇവരുടെ അവധി ദിവസങ്ങൾ പതിവായി ചെലവഴിക്കുക. ഒരു ദിവസം അമ്മുവും അച്ചുവും പതിവ് പോലെ കളിസ്ഥലത്തെത്തി. എന്നാൽ അനന്തു വന്നില്ല. അമ്മു അച്ചുവിനോട് ചോദിച്ചു, "നീ ഇന്ന് അനന്തുവിനെ കണ്ടില്ലേ?" അച്ചു പറഞ്ഞു, "ഇന്ന് രാവിലെ പാലുമായി വന്നപ്പോൾ വഴിക്ക് വെച്ച് ഞാൻ അവനെ കണ്ടു. നാണി മുത്തശ്ശിയുടെ അടുത്ത് കഥ കേൾക്കുവാൻ നമുക്കൊരുമിച്ച് പോകാമെന്ന് അവൻ പറയുകയും ചെയ്തു." അവർ രണ്ടുപേരും അനന്തുവിനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്കു നടക്കുമ്പോൾ അകലെ നിന്ന് അവൻ വരുന്നത് അവർ കണ്ടു. മൂവരും ഒരുമിച്ച് നാണി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കഥ കേൾക്കുവാനായി പോയി. യാത്രാമധ്യേ സ്കൂളിൽ വെച്ച് നടന്ന തമാശകളും അവർ പങ്കുവച്ചു. അവർ നാണി മുത്തശ്ശിയുടെ വീടിനരികിലെത്തി. അനന്തുവും അച്ചുവും മാറി മാറി മുത്തശ്ശിയെ വിളിച്ചു. എങ്കിലും മുത്തശ്ശി വിളി കേട്ടില്ല. അടുത്ത വീട്ടിലെ പാത്തുമ്മ താത്തയോട് അന്വേഷിച്ചപ്പോൾ നാണി മുത്തശ്ശി രാവിലെ തന്നെ അരിവാളുമായി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അവർ മൂവരും കഥ കേൾക്കാനുള്ള ആവേശം കൈവെടിയാതെ മുത്തശ്ശിയെ തിരക്കി യാത്ര തുടർന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ മുത്തശ്ശി പറമ്പിൽ നിന്ന് പുല്ലു വെട്ടുന്നത് കണ്ട് അവർ മുത്തശ്ശിയുടെ അരികിലെത്തി. "മുത്തശ്ശി, മുത്തശ്ശി!" അമ്മ ഉറക്കെ വിളിച്ചു. മുത്തശ്ശി തിരിഞ്ഞു നോക്കി. ഒരു പുഞ്ചിരിയോടെ അരിവാൾ താഴെയിട്ട് അവർക്കൊപ്പം വന്ന് അടുത്തു നിന്നിരുന്ന ഒരു വൃക്ഷച്ചുവട്ടിലിരുന്നു. ഇവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ മുത്തശ്ശി അവരോട് ചോദിച്ചു, "ഇന്ന് നിങ്ങൾക്ക് ആരുടെ കഥയാണ് കേൾക്കേണ്ടത്? കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെയോ യുദ്ധത്തിൽ ജയിച്ച രാജകുമാരൻ്റെയോ?" ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം മുത്തശ്ശി പറഞ്ഞതാ. മുത്തശ്ശി വേറെ ഏതെങ്കിലും കഥ ഇന്ന് പറയാമോ? എങ്കിൽ ഞാൻ ഇന്നൊരു പുതിയ കഥ പറയാം. നെറ്റിയിൽ പറ്റിയിരിക്കുന്ന വിയർപ്പ് കൈകൊണ്ട് വടിച്ചു കളഞ്ഞതിന് ശേഷം മുത്തശ്ശി മടിക്കുത്തിൽ നിന്ന് വെറ്റിലയും ചുണ്ണാമ്പും എടുത്ത് മുറുക്കാൻ ആരംഭിച്ചു. എന്നിട്ട് കഥ പറയാൻ തുടങ്ങി. ഒരു പിതാവിന് അധ്വാനശീലരായ 2 മക്കളുണ്ടായിരുന്നു. ഇവർ 2 പേരും നല്ല കൃഷിപ്പണിക്കാരാണ്. നെല്ലും മത്തനും വെള്ളരിയും പാവലും പയറുമെല്ലാം ഇവർ മത്സരിച്ചു വളർത്തിയിരുന്നു. കൃഷിയിൽ ഇവർ ഒരു മടിയും കാണിച്ചിരുന്നില്ല. പുലരിയാകുമ്പോൾ തൂമ്പയും വാക്കത്തിയും എടുത്ത് ഇവർ പണിക്ക് പോകും. ഉച്ചയ്ക്കൂണ് പോലും കഴിക്കാതെ പണി ചെയ്ത് മടുത്ത് വീട്ടിലേക്ക് കടന്നു വരുന്നത് ഒരു പതിവ് രീതിയാണ്. മക്കളായ കേശുവും കിച്ചുവും അധ്വാനത്തിൽ ഒരുപോലെയെങ്കിലും സ്വഭാവത്തിൽ വ്യത്യസ്തരായിരുന്നു. കിച്ചുവിന് വളരെ നന്മയുള്ള സ്വഭാവമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കുക എന്നിവയെല്ലാം അവൻ്റെ പ്രത്യേകതകളായിരുന്നു. എന്നാൽ കേശുവാകട്ടെ ആരെയും സഹായിക്കുകയോ മറ്റുള്ളവരോട് സൗഹൃദം കാണിക്കുകയോ ചെയ്യാറില്ല. ഇങ്ങനെയിരിക്കെ ഇവരുടെ പിതാവിന് രോഗം പിടിപെട്ടു. മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ പിതാവ് തൻ്റെ അനുഗ്രഹം മക്കളിൽ ഒരാൾക്ക് കൊടുക്കുവാൻ നിശ്ചയിച്ചു. തൻ്റെ മക്കൾ 2 പേരും സമർത്ഥരായതിനാൽ ആർക്ക് കൊടുക്കുമെന്നറിയാതെ പിതാവ് വിഷമിച്ചു. നല്ലവനായ കിച്ചുവിനെയും ദുഷ്ടനായ കേശുവിനെയും പിതാവ് അരികിലേക്ക് വിളിച്ചു. ഇവരിൽ നന്മയുള്ളവനെ കണ്ടുപിടിച്ച് തൻ്റെ അനുഗ്രഹം നൽകുന്നതിനായി പിതാവ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. കത്തിച്ച 2 വിളക്കുകൾ അവർക്ക് നൽകിക്കൊണ്ട് പിതാവ് പറഞ്ഞു, "ഞാൻ നിങ്ങൾ 2 പേരെയും ഇരുട്ട് നിറഞ്ഞ ഗ്രാമങ്ങളിലേക്ക് വിടുന്നു. നിങ്ങൾ ഈ വിളക്കുമായി ഗ്രാമങ്ങൾ ചുറ്റി സഞ്ചരിച്ച് വിളക്ക് കെടുത്താതെ ആദ്യം എൻ്റെ അടുത്തെത്തുന്നതാരാണോ അവനു ഞാൻ എൻ്റെ അനുഗ്രഹം നൽകും." കിച്ചുവും കേശുവും കത്തിച്ച വിളക്കുകളുമായി യാത്ര ആരംഭിച്ചു. നല്ലവനായ കിച്ചു
പോയ സ്ഥലങ്ങളിലെല്ലാം അനേകം യാചകർക്കും വഴിപോക്കർക്കും ആ വിളക്കിൽ നിന്ന് പ്രകാശം പകർന്നു നൽകി. എന്നാൽ കേശുവാകട്ടെ അനേകർ പ്രകാശം ചോദിച്ചെങ്കിലും ആർക്കും കൊടുത്തില്ല. അങ്ങനെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരു വലിയ കാറ്റാഞ്ഞു വീശി. കിച്ചുവും കേശുവും സഞ്ചരിച്ച വഴികളിലൂടെ ആ കാറ്റ് വീശിയപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കയ്യിലുണ്ടായിരുന്ന വിളക്കുകൾ അണഞ്ഞുപോയി. ദുഷ്ടനായ കേശു തനിക്ക് എവിടെ നിന്ന് പ്രകാശം ലഭിക്കുമെന്നറിയാതെ വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ നല്ലവനായ കിച്ചു വന്ന വഴിയിലൂടെ തന്നെ തൻ്റെ കെട്ടുപോയ വിളക്കുമായി തിരിച്ചു നടന്നു. അവൻ്റെ വിളക്ക് അണഞ്ഞു പോയത് കണ്ട് അനേകർ ഓടി വന്ന് അവൻ്റെ വിളക്ക് കത്തിച്ചു കൊടുത്തു. അണഞ്ഞുപോയ വിളക്കുമായി കേശു വീട്ടിലെത്തിയതിനു പിന്നാലെ ജ്വലിച്ചെരിയുന്ന വിളക്കുമായി കിച്ചു സന്തോഷത്തോടെ വീട്ടിൽ തിരികെ എത്തി. പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ അനുഗ്രഹം പ്രകാശം കെടാതെ സൂക്ഷിച്ച വിളക്കുമായി തിരിച്ചെത്തിയ കിച്ചുവിന് നൽകി. എങ്ങനെയുണ്ട് കഥ? മുത്തശ്ശി അവരോട് ചോദിച്ചു. കഥ പറഞ്ഞു തീർത്ത് എഴുന്നേൽക്കാൻ ശ്രമിച്ച മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു, മുത്തശ്ശി, ഈ കഥ ആരാണ് മുത്തശ്ശിക്ക് പറഞ്ഞു തന്നത്? ഒരു പൊട്ടിച്ചിരിയുമായി മുത്തശ്ശി മുന്നോട്ട് നടന്നു. അമ്മു പറഞ്ഞു, മുത്തശ്ശി, ഈ കഥ എൻ്റെ ക്ലാസ്സിലെ എല്ലാവരോടും ഞാൻ പറയും. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അവർ ഒരു നല്ല കഥ കേട്ട സന്തോഷത്തിൽ വീട്ടിലേക്ക് നടന്നു.